അയ്യോ പാവം, ഇതിന്റെ മുഖം കണ്ടാൽ അറിയാം. അതിപ്പോ ആരുടെ മുഖം കണ്ടല്ല സാർ അറിയാത്തത്? സാധു കുട്ടിയാ. ഫോട്ടോ കണ്ടാൽ തലയ്ക്ക് അസുഖമുള്ള കുട്ടിയാണെന്ന് പറയാനേ പറ്റില്ല. സാർ അത് എക്സ്റേ നോക്കിയാലേ പറയാൻ പറ്റൂ. തന്റെ കളിത്തമാശ എന്നോട് വേണ്ട. ഞാൻ എന്താ എസ് പി ആണെന്ന് വിചാരിച്ചോ? ഒന്ന് പതുക്കെ പറ സാർ. അതൊക്കെയല്ലേ ഞാൻ പറഞ്ഞത്. അതെ, ഏത് നേരത്തെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ എന്ന് പറഞ്ഞ് ചാടിക്കരിഞ്ഞോട് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. വന്നാൽ എന്നാ എന്നെ അങ്ങോട്ട് തിന്നോ? പേടിപ്പിക്കില്ലേ? ഇന്നലെ തുടങ്ങിയതാ, നല്ല പനിയുണ്ട്. ഒഴുകി തിന്നാൻ എന്തെങ്കിലും പുരോഗതി ഉണ്ടോ? ഇപ്പൊ കുറവുണ്ട്. നോട്ട്സ് അതല്ല ചോദിച്ചത്, കേസ് അന്വേഷണം എന്തായത്? സാറ് കയറി വന്നപ്പോ തരാൻ മറന്നുപോയി. എന്ത്? ഇതെന്നെ പറ്റുന്നു. സാർ, ഫോട്ടോയിലെ പെൺകുട്ടിയെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഏത് ഫോട്ടോ? തട്ടിപ്പറിച്ചവന്റെ പേഴ്സിൽ നിന്ന് കിട്ടിയ ഫോട്ടോ. വെരി ഗുഡ്. സാറ് വിചാരിക്കുന്നത് പോലെ അത്ര നല്ല വിവരങ്ങളൊന്നും അല്ല കിട്ടിയിട്ടുള്ളത്. സിറ്റിസൺ ഹോസ്പിറ്റലിലെ സൈക്കാട്രിക് വാർഡിൽ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള 18 വയസ്സോളം പ്രായം വരുന്ന ഒരു തൊട്ടാവാടി പെൺകുട്ടിയാണ്. തൊട്ടാവാടിയാണെന്ന് തനിക്കെങ്ങനെ അറിയാം? അത് കണ്ടാൽ അറിഞ്ഞൂടെ സാർ? എടോ, അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുക. തൊട്ടാൽ വാടും എന്ന് കരുതുന്ന പലരും തൊടുന്നതിന് മുമ്പേ കടിക്കുന്നവരാണ്. സാർ, പേര് നാൻസി പെരേര എന്നൊരു ചെറുപ്പക്കാരനാണ് ആ കുട്ടിയെ അവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ട്രീറ്റ്മെന്റിനെ കുറിച്ച് പറഞ്ഞ് അയാളും ഡോക്ടറുമായിട്ടൊന്ന് ഉടക്കി. ഡിസ്ചാർജ് ചെയ്ത് പേഷ്യന്റിനെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് ഇതുവരെ തിരിച്ചു ചെന്നിട്ടില്ല. എന്താ പറഞ്ഞേ? ഒന്നുമില്ല, താൻ പറ. ആശുപത്രി ബില്ല് കെട്ടാനുള്ള പണം ഇല്ലാത്തത് കൊണ്ടായിരിക്കും ആ പാവം ഇതൊക്കെ ചെയ്തത്. പാവോ? സാഹചര്യങ്ങളാണല്ലോ സാർ മനുഷ്യനെ പോലീസും മൃഗങ്ങളും ഒക്കെ ആക്കി മാറ്റുന്നത്. എടോ, വിട്ടിത്തരം പറയരുത്. ഈ പെരേര എന്ന് പറയുന്ന കക്ഷി ഹോസ്പിറ്റലിൽ എത്തിയാൽ അവനെ ബ്ലോക്ക് ചെയ്യാനുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ടോ? സോറി സാർ, ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് പെട്ടെന്ന് ഇങ്ങോട്ട് തിരിച്ചു പോകുന്നു. നോൺസെൻസ്. അവൻ അവിടെ എത്തിയാൽ ഉടൻ തടഞ്ഞു വെക്കാനുള്ള മെസ്സേജ് ഹോസ്പിറ്റലിൽ കൂടെ. യെസ് സർ. ഹലോ, സിറ്റിസൺ ഹോസ്പിറ്റലാണോ? എന്ത്? ഹെയർ കട്ടിംഗ് സലൂണോ? സോറി, റോങ് നമ്പർ. ഹെയർ കട്ടിംഗ് സലൂണാണ്. ഹലോ ഹലോ, ഹെയർ കട്ടിംഗ് സിറ്റിസൺ ഹോസ്പിറ്റലാണോ? അതെ, ഞാൻ സർക്കിൾ ഇൻസ്പെക്ടർ ബാലേന്ദ്രനാണ് സംസാരിക്കുന്നത്. ബാലേന്ദ്രൻ? ഏത് ബാലേന്ദ്രൻ? നിങ്ങൾ ആരാ? ഞാൻ ആരാണ്? ഞാൻ ഐ ജിയാ. സാർ, ഹോസ്പിറ്റലിൽ നിന്ന് ഐ ജി വിളിക്കുന്നു. സാർ, ഞാൻ എസ് പി ശ്രീകണ്ഠൻ നായരാ. ശ്രീകണ്ഠൻ നായരാ? ശ്രീകണ്ഠൻ നായരല്ല, ഇനി മണികണ്ഠൻ നായരായ എനിക്കെന്താണോ? സാർ, എന്താണ് സാർ? ഒരാൾ പോകട്ടും പോടാ, இந்த பூமியில் நிலையாய் வாழ்ந்தவள் யாரடா? എടോ, സംതിങ് റോങ്. താൻ ഹോസ്പിറ്റലിലേക്ക് വെക്കൂ, ഞാൻ ട്രൈ ചെയ്തോളാം. എവിടെ പോവാനാ? ഒരാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരണം. ഏത് ആശുപത്രി? സിറ്റിസൺ. വാ കയറി. ഓ, നാൻസി, Stupids. ഹലോ, യെസ്. ഒന്നും പേടിക്കണ്ട, ഡോക്ടർ ഫെർണാണ്ടസ് നാളെ എത്തും. അവിടുത്തെ കാര്യങ്ങളൊക്കെ മേഴ്സി ഏറ്റിട്ടുണ്ട്. സിസ്റ്റർ, നമ്പർ 8 പേഷ്യന്റ് കൊണ്ടുപോയോ? ഇതിപ്പോ കൊണ്ടുപോയുള്ളൂ. എന്താ? കമോൺ. എന്താ പ്രശ്നം? വണ്ടി വരൂ. താങ്ക് യു കേട്ടോ. ആയിക്കോട്ടെ, കുഴപ്പമില്ല. അല്ല, ചാർജ് ഒന്നൂടെ? സോറി, എത്രയാ? 75.
ബാക്കി വെച്ചോളൂ എന്റെ ഇരുപതോ? ഓ സോറി. താങ്ക് യു കേട്ടോ. അപ്പൊ ഇനി ഒരിക്കലും ആ പെൺകുട്ടിക്ക് സംസാരശേഷി തിരിച്ചിട്ടില്ലേ? വളരെ റിമോട്ട് ചാൻസേ ഉള്ളൂ. എന്തൊരു കഷ്ടം. മുഴുവട്ടൊന്നുമല്ല അല്ലേ? ഇടയ്ക്ക് തലയ്ക്കൊരു പെയിൻ വരും. അത് വന്നാൽ വല്ലാതെ വയലന്റ് ആവും. മതി മതി, കൂടുതൽ പറഞ്ഞ് എന്നെ വിഷമിപ്പിക്കില്ലേ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടാൽ പിന്നെ എനിക്ക് 3-4 ദിവസത്തേക്ക് ഉറങ്ങാൻ പറ്റില്ല. അല്ല ഡോക്ടർ, എന്തിനായിരിക്കും ആ പേഷ്യന്റിനെ അയാൾ ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്തുകൊണ്ട് പോയത്? ഈ രോഗത്തിന് ഹോസ്പിറ്റലിൽ കഴിയുന്നതും വീട്ടിൽ കഴിയുന്നതും ഒരുപോലെയാണ്. പെയിൻ കില്ലിംഗ് ചികിത്സ മാത്രമേ ഇതിനുള്ളൂ. ആ ടാക്സി നമ്പർ നോട്ട് ചെയ്തില്ലേ എന്ന് പറഞ്ഞില്ലേ? എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ ഡോക്ടർ. ശരി. ഇനി അഥവാ ആ കുട്ടിയെ ഇവിടെ വീണ്ടും കൊണ്ടുവരികയാണെങ്കിൽ അതിന്റെ രോഗം ഭേദമാക്കാൻ ഡോക്ടർ മാക്സിമം ട്രൈ ചെയ്യും. അതൊക്കെ പിന്നെ ആദ്യം വിവരം ഞങ്ങൾ അറിയിക്കുക. ആ ടാക്സി നമ്പർ നോട്ട് ചെയ്തില്ലേ? ഒന്ന് പറഞ്ഞില്ലേ? പിന്നീട് വന്നൂടെ? ഇപ്പൊ തലയില് വേദനയൊന്നും തോന്നണില്ലല്ലോ. ഓപ്പറേഷൻ കഴിഞ്ഞ നാൻസിക്കുട്ടിയുടെ എല്ലാ അസുഖം മാറും. എന്താ ഒന്നും കഴിക്കാത്തത്? ഞാൻ പിന്നെ കഴിച്ചോളാം ആന്റി. നിന്റെ കാര്യമല്ല പറഞ്ഞത്, മൈ പെരേര. അവൻ ഈയിടെയായിട്ട് ഫുഡൊന്നും വേണ്ടെന്നായിട്ടുണ്ട്. അതിനൊക്കെ ആ ശമ്പളം കണ്ട് പഠിക്കണം. മിടുക്കന്മാര്. ആന്റിക്ക് മനുഷ്യരെക്കാൾ സ്നേഹം പട്ടികളോടാണ്. എന്താ സംശയം? പട്ടി is also a മനുഷ്യൻ. ബെന്നി എന്തെങ്കിലും കഴിച്ചോ ആന്റി? ബെന്നി? Who is Benny? ആന്റി, എന്റെ കൂടെ വന്ന ഫ്രണ്ട് ഈ ആന്റിയുടെ കാര്യം. Oh, I'm sorry. My patient. Oh my goodness. അവന് ഞാൻ ഫുഡ് കൊടുക്കാൻ മറന്നുപോയി. ജീസസ്. വിശന്ന് തളർന്നു കാണൂല്ലേ? കാലിന് കുറവുണ്ട്. നാൻസിക്ക് എങ്ങനെയുണ്ട്? ഇവിടെ എത്തിയതിനു ശേഷം പെയിനൊന്നും വന്നിട്ടില്ല. എന്നാലും എപ്പോഴാ റെക്കർ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ബെന്നി. പാവം, ഒരായുസിന്റെ മുഴുവൻ വേദനയും അവൾ ഇതിനകം അനുഭവിച്ചിട്ടുണ്ടാവും. തെറ്റാണെന്ന് അറിഞ്ഞിട്ടും ഞാനിതൊക്കെ ചെയ്തത് എന്റെ പഴയ നാൻസിക്കുട്ടി എനിക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടിയാണ്. നാൻസിക്കുട്ടി, ഇതിനുള്ളിൽ എന്താണെന്ന് അറിയാമോ? പറ. എനിക്കറിയില്ല. ഇതാണ് ഞാൻ പറഞ്ഞ ചെറുക്കന്റെ ഫോട്ടോ. ധൃതി കണ്ടില്ലേ? കളിപ്പിക്കണ്ടേ? തരുന്ന പ്രശ്നമില്ല. ഫോട്ടോ തരുന്നില്ല. നിന്റെ ഫോട്ടോ കാണാൻ കൊള്ളാം. മമ്മി, ഈ വായാടിയെ കാണിക്കരുത്. ഇത് മമ്മിയുടെ മരുമകനാകാൻ യോഗ്യനാണോ എന്ന് മമ്മി തന്നെ കണ്ടൊന്ന് തീരുമാനിച്ചേ. നല്ല മിടുക്കം. തിങ്കളാഴ്ച വരും കാണാൻ. ജോസി, വീടിന്റെ പണയക്കട പോലെ ഇതുവരെ വീട്ടിൽ തീർന്നിട്ടില്ല. ഒക്കെ നടക്കും മമ്മി. ഡാഡി ഉണ്ടായിരുന്നെങ്കിൽ. ഇനി അതൊക്കെ ഓർത്ത് മമ്മി വിഷമിച്ചോണ്ടിരിക്കരുത്. പിന്നെ തിങ്കളാഴ്ച ഊണ് കഴിക്കാൻ ചെറുക്കനും ഉണ്ടാവും. ഒരു താറാവിനങ്ങ് തട്ടിക്കോ. ഫ്രെഡി, പേരെന്താണെന്ന് ചോദിക്കും. പേരെനിക്കറിയാലോ. അതൊക്കെ, പക്ഷെ ഈ വക സന്ദർഭങ്ങളിൽ അറിയാമെങ്കിലും ചോദിക്കണം. പിന്നെ സംസാരിക്കോ, സംസാരിച്ചാൽ തന്നെ വല്ല വിക്കുണ്ടോ, ശബ്ദം മെയിൽ വോയിസ് ആണോ ഫീമെയിൽ വോയിസ് ആണോ എന്നൊക്കെ ഉള്ള ഒരു ടെസ്റ്റിന് വേണ്ടി അല്ലേ ക്രമന്റെ? only for formality. എന്നാ പിന്നെ ഫോർമാലിറ്റീസ് തെറ്റിക്കണ്ട. എന്താ പേര്? ഏതുവരെ പഠിച്ചു?
സോറി, അത് മാത്രം ചോദിക്കരുത്. അക്കാര്യത്തിൽ ശുദ്ധ മണ്ടൂസ് ആയതുകൊണ്ട് ആ കെട്ടിച്ചു വിടാമെന്ന് തീരുമാനിച്ചത്. ആ പിന്നെ നന്നായിട്ട് പാടും. പള്ളിയിലെ എന്റെ കൊയർ ടീമിലെ പ്രധാന ഗായികയാണ്. ആ ഇതാണ് ഞങ്ങളുടെ മമ്മി. മമ്മി, എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടോ? കാര്യങ്ങളൊക്കെ ജേഴ്സി പറഞ്ഞിട്ടില്ലേ? സ്ത്രീധനമായിട്ടൊക്കെ തരാൻ ഞങ്ങളുടെ കയ്യിൽ. എനിക്കെല്ലാം അറിയാം. നാൻസി എനിക്ക് ഇഷ്ടമായി ഒരു 100 വട്ടം. ഇനി എന്നെ ഇഷ്ടമായെന്ന് അറിഞ്ഞാൽ മതി. അതിപ്പോ അറിഞ്ഞുതരാം, നോ പ്രോബ്ലം. നാൻസി, ഫ്രെഡിക്ക് ഏത് സ്റ്റുഡിയോയിലാ ജോലി? എന്റെ സ്വന്തം സ്റ്റുഡിയോയാ. വലിയ കേമമായിട്ടൊന്നുമില്ല, അത്യാവശ്യം ജീവിച്ചു പോകാൻ കുഴപ്പമില്ല. പിന്നെ പറയുന്നതുകൊണ്ട് മറ്റൊന്നും തോന്നരുത്, അവക്ക് ഫ്രെഡിയെ ഭയങ്കര ഇഷ്ടായി. എന്താ ഇത്? വിവാഹത്തിന് മുമ്പ് ഇങ്ങനെ പെണ്ണിന്റെ വീട്ടിൽ കയറി ഇറങ്ങുന്നത് ശരിയല്ല എന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. ഞാൻ വളരെ ബ്രോഡ് മൈൻഡഡ് ആണ്. നിനക്ക് എപ്പോ വേണമെങ്കിലും ഇവിടെ വരാം. എഴുതിയോ? അടുത്തത് ജോർജ് പോൾ, റിവർ വ്യൂ, ഗാന്ധിനഗർ. വ്യൂവിന്റെ സ്പെല്ലിംഗ് ഇതാണോ? VIEW എന്നുള്ളത് ഇനി നീ വായിക്കറിയോ? ആ വായിക്ക.